കേരളത്തിന്റെ തീരപ്രദേശത്തെ ധാതുമണൽ കൊള്ളയടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെ തീരദേശ മേഖലയിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITU നേതൃത്വത്തിലുള്ള ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 വരെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ തീരപ്രദേശത്ത് നിന്നും കടൽ മണനം കടത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിനെതിരെയാണ് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഉയർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ചിന്തകൾക്കതീതമായി തീരദേശ മേഖലയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാത്രി 12 മണി മുതൽ നാളെ രാത്രി 12 മണി വരെയാണ് ഹർത്താൽ നടക്കുക. നമുക്കറിയാം, കേരളത്തിൻ്റെ തീരപ്രദേശത്ത് 12 നോട്ടിക്കൽ മൈൽ എന്ന് പറയുമ്പോൾ മത്സ്യബന്ധന മേഖലയാണ്. പൂർണ്ണമായിട്ടും കേരളത്തിൻ്റെ തീരപ്രദേശത്ത് ഇവിടെയാണ് മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. ഈ പ്രദേശത്താണ് ഇപ്പോൾ കടൽ ഖനനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരുവരും തമ്മിൽ വലിയ സംഘർഷമുണ്ടാകുകയും അത് യുദ്ധസമാനമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നിത്യജീവിതത്തിനായിട്ട് അവർ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ്. ആവശ്യത്തിന് മത്സ്യം കിട്ടുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മത്സ്യബന്ധനത്തിന് കൂടി ഇവർക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ ഫിഷറീസ് വകുപ്പ്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ കേന്ദ്ര സർക്കാരിനെയും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളെയും അതോടൊപ്പം തന്നെ വകുപ്പ് മന്ത്രിമാരെയും ഒക്കെ തന്നെ ഇതിൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടും യാതൊരുവിധ നടപടിയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഈ ഹർത്താലിൻ്റെ ഭാഗമായിട്ട് മത്സ്യമേഖല പൂർണ്ണമായിട്ട് നാളെ സ്തംഭിക്കും. അതോടൊപ്പം തന്നെ ഇതൊരു മുന്നറിയിപ്പാണെന്നും ഇതോടൊപ്പം വരും ദിവസങ്ങളിൽ ശക്തമായ സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകുമെന്നാണ് ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ സമരം നടക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഈ ഹർത്താൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവർ കൂടിയാലോചിച്ച് ശക്തമായ സമരപരിപാടികളുമായിട്ട് മുൻപോട്ട് പോകും. യാതൊരു കാരണവശാലും കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും കടൽ മണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലേക്കാണ് തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ സർക്കാരും മുന്നോട്ട് പോകുന്നത്.